ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കളർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടൊന്നും വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. അത് വേറെ നല്ല നമ്മുടെ പെറ്റ് ഷോപ്പിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പെറ്റ് ഷോപ്പിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പം സൗണ്ട് കേൾക്കുന്നുണ്ടാവും കിളികളുടെ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ്, അതായത് നമ്മുടെ കുറച്ച് ദിവസത്തെ പരിപാടി ബിസിയും എല്ലാ പരിപാടിയും കഴിഞ്ഞിപ്പോൾ ഒന്ന് സ്വസ്ഥമായിരിക്കുകയാണ്. കാരണം എല്ലാം ഇനിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പെറ്റ് ഷോപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ രീതിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് 25/1 ജനുവരി 25 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പെറ്റ് ഷോപ്പിൻ്റെ ഈ വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, നേരെ താഴെ നോക്കുക, അത് സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് ചെയ്തൊക്കെ പൊട്ടിക്കുക. എന്നിട്ട് തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഞാനിത് എല്ലാ വീഡിയോസും ഫുൾ വീഡിയോസ്, അതായത് നമ്മുടെ ഇത്രയും ദിവസം പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ ഇനിയും പൂച്ചകളും അതേപോലെ എല്ലാം വരുന്നുണ്ട്, പൂച്ച, ഡോഗ്സ് എല്ലാം, പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട്, ഫിഞ്ചസ്, അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിലും വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാം മറക്കാതെ കാണാൻ നേരെ ഇപ്പം തന്നെ ഒരു കുഴപ്പമില്ല. നേരെ അതിന് ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കുക, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, അങ്ങ് അടിക്കുക. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ നേരെ വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തരാം. അപ്പോൾ നമ്മുടെ പെറ്റ് ഷോപ്പിൻ്റെ കാര്യം പറയണത്, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പോസ്റ്റർ വരുന്നത്. അപ്പോൾ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വളവ് കഴിഞ്ഞാൽ, അതായത് 7-4 8-4 പോകുന്നു. വയനാട്ടിൽ 7-4 എന്ന പ്ലേസ് ഉണ്ട്. അവിടുന്ന് 8-4 പോകുന്ന റൂട്ടിൽ, അതായത് വെള്ളമുണ്ടയിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു 7-4 കഴിഞ്ഞൊരു 400 മീറ്റർ അത് കഴിഞ്ഞാലാണ് നമ്മുടെ പെറ്റ് ഷോപ്പ്. ഇതാണ്ട് അവിടെ നമ്മുടെ പെറ്റ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ പെറ്റ് ഷോപ്പിലേക്ക് കയറുകയാണ്. ഓക്കെ, നമ്മുടെ പേര് നമ്മൾ തകർപ്പരമായിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് ചുമ്മാ തോന്നിയ പേരും കിട്ടും, സൂസു പെറ്റ് ഷോപ്പ്. ഓക്കെ, വെള്ളമുണ്ട റോഡ് 7-4. നമ്മുടെ ചാനലിൻ്റെ നെയിമും ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കോൺടാക്ട് നമ്പറും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മുമ്പ് തന്നെ അങ്ങ് തുടങ്ങാം. എന്തൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചെടിച്ചട്ടി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ അപ്പുറത്തുള്ള 2 ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ബേക്കറി വരാനുള്ളതാണ്. ബേക്കറി നമുക്ക് അവിടെ ഇപ്പോൾ അതായത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ബേക്കറി ഷോപ്പ് വരാൻ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഏകദേശം പണിയൊക്കെ അവർ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളുടെ പരിപാടിയിലാണ് അവർ. നമ്മുടെ ലൈസൻസ് എടുക്കാനായി 6 മാസമാണല്ലോ അതിൻ്റെ ഒരു കാലാവധി പറഞ്ഞത്. അപ്പോൾ അതിനുള്ളിൽ നമ്മളെന്തായാലും എടുത്തിരിക്കും. 6 മാസം ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്തിരിക്കും. അപ്പോൾ വൈകാണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരാഴ്ച ആയതുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ചെടിച്ചട്ടികൾ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മൺകലങ്ങൾ. നമ്മൾ മൺകലം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മുടെ അതായത് ലവ് ബേർഡ്സിന് വേണ്ടി, ലവ് ബേർഡ്സിൻ്റെ കൂടിന്, ഫിഞ്ചസ്, ലവ് ബേർഡ്സ്, അതായത് ബേർഡ്സിൻ്റെ കൂടിൽ വെക്കാനുള്ള ആ ഒരു ആ ഒരു ചട്ടികൾ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ, ആ ഒരു കലങ്ങൾ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് അല്ലാതെയുള്ള മൺചട്ടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മൺചട്ടി, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പൂച്ചട്ടികൾ തൂക്കിയിടുന്നത്, അതേപോലെ തന്നെ അതായത് നിലത്ത് വെക്കുന്നത്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ മുട്ടക്കോഴി ഉണ്ട്. മുട്ടക്കോഴി ഏകദേശം മുട്ടയിടാനായതാണ്. പിന്നെ അതേപോലെ തന്നെ കരിങ്കോഴികളുണ്ട്. ഇതും ചെറുതാണ്, അതായത് ഇപ്പോൾ ഒരു 4 പേരുണ്ട് ഇപ്പോൾ കയ്യിലുണ്ട്. അങ്ങനെ കരിങ്കോഴിയുണ്ട്. പിന്നെ മയിൽപ്രാവാണ്. ഇതിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഏകദേശം തീർന്നതാണ്. നമുക്ക് അടുത്തത് ഇറക്കണം. ഓക്കെ, അതായത് മയിൽപ്രാവിൻ്റെ ഇത് മുട്ടയിടാനൊക്കെ ആയതുണ്ടായിരുന്നു, അതെല്ലാം പോയി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് മയിൽപ്രാവിൻ്റെ ഒരു ഏകദേശം ഒരു മുട്ടയിടാനായിട്ടില്ല, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ആവും. അങ്ങനെ ആയിരിക്കുന്ന മയിൽപ്രാവുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൂടുകൾ, പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അല്ലെങ്കിൽ ആഫ്രിക്കൻ തത്ത എന്ന് പറയുന്ന ഒരു ഐറ്റം അതുണ്ട്. പിന്നെ ഫിഞ്ചസ്. ഇത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ വില കാര്യങ്ങൾ എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ നേരെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തിരുന്നതായിരിക്കും, എൻ്റെ കോൺടാക്ട് നമ്പർ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൈസ് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക. വാട്സപ്പ്, ആ നമ്പറിൽ വാട്സപ്പുള്ളതാണ്. വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിഞ്ചസ് ഉണ്ട്, ഒരു പേരേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ കൂടുകൾ. പിന്നെ പറയുന്നത് ഫിഞ്ചസ് ഉണ്ട്.
അപ്പോൾ കോക്കറ്റെയിൽ കേട്ടോ, സോറി, അത് കോക്കറ്റെയിൽ നമ്മൾ പേര് മാറിപ്പോയതാണ്. കോക്കറ്റെയിൽ, ഫിഞ്ചസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ലവ് ബേർഡ്സ് ഉണ്ട്. ഓക്കെ, കോക്കറ്റെയിലും ഫിഞ്ചസ് നമ്മളുടെ പേര് അങ്ങോട്ട് മാറിപ്പോയതാണ്, സോറി. ഓക്കെ, അപ്പോൾ ലവ് ബേർഡ്സ് ഉണ്ട്, നമ്മുടെ ഫിഞ്ചസ് ഉണ്ട്, കോക്കറ്റെയിൽ, പിന്നെ ഫുഡ് കാര്യങ്ങൾ, ഇവരുടെ ഫുഡ് കാര്യങ്ങൾ തേന എല്ലാം ഉണ്ട്. പിന്നെ മഷ്റൂം ഉണ്ട്, കുമില്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ ആണെങ്കിൽ കൊറിയർ അയച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ അയച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കാൻ പറ്റുന്നവരാണെങ്കിലും ഇവിടെ വന്ന് മേടിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇത് 250 ഗ്രാം വരും. MRP വരുന്നത് 100 രൂപയാണ്. 100 വെയിറ്റ് വരും, 250 ഗ്രാം. ഓക്കെ, നമ്മുടെ പാൽക്കൂൺ എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മുടെ ഫിഷ്, നമ്മുടെ അക്വേറിയം ഫിഷ് ഐറ്റംസ് എല്ലാം ഉണ്ട്. കോഴിക്കാർപ്പുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒറാണ്ട ഗോൾഡ്, പിന്നെ ബ്ലാക്ക് മോറ്, പിന്നെ നമ്മുടെ ഉള്ളത് തന്നെ മുകളിൽ നമ്മുടെ ഫിൽറ്റേഴ്സ്, ഹാങ് ഓൺ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഹാങ് ഓൺ ഫിൽറ്റേഴ്സ്, അതേപോലെ തന്നെ ഡബിൾ ഔട്ടുള്ള മോട്ടറുണ്ട്, സിംഗിൾ ഔട്ടുള്ള മോട്ടറുണ്ട്. പിന്നെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന കൂടുകളൊക്കെ ഉണ്ട്. പിന്നെ വരുമ്പോൾ നമ്മുടെ ബൗളുകൾ, ഇത് റയർ ഐറ്റമാണ്, അധികം കിട്ടാത്തൊരു ഐറ്റമാണ് ഈ കാണുന്നത്, അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ പല സൈസുള്ള ബൗളുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മളായിട്ടുള്ള ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ബെറ്റാസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. അതേപോലത്തെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്, അത് നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, മിക്കവാറും ഉണ്ടാക്കി വെക്കും. അപ്പം അങ്ങനത്തെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ അതും പറയാം. അതായത് സിംഗിളായിട്ടുള്ളതോ 2 വരുന്നോ, അങ്ങനെ ഏത് വേണമെങ്കിലും പറയാം. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ താഴെ ഞാൻ തരുന്ന നമ്പറിൽ നിങ്ങൾ വേണമെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക്, ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ജസ്റ്റ് ഒന്ന് അതെടുത്ത് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ഗോൾഡ് ഫിഷ്, ചെറിയ ഗോൾഡ് ഫിഷ്, പിന്നെ അതേപോലെ തന്നെ ഫൈറ്റേഴ്സ്, ഫുൾ മൂൺ, എല്ലാം പക്കാ ക്വാളിറ്റി ഫുൾ മൂണാണ്. ഇതിൻ്റെ ഫീമെയിൽസ് വൈകാണ്ട്, അതായത് ഇന്നോ നാളെയോ നമ്മൾ എത്തിക്കും. പിന്നെ എല്ലാം ഇപ്പോൾ ഉള്ളതെല്ലാം മെയിൽസാണ്, ഫീമെയിൽസ് ഇന്നോ നാളെയോ നമ്മൾ എത്തിക്കും. എല്ലാം പക്കാ ക്വാളിറ്റി ഫുൾ മൂണാണ് വരുന്നത്. ഓക്കെ, ഫുൾ റെഡ് OSM ഉണ്ട്, പിന്നെ റോയൽ ബ്ലൂവിൻ്റെ ഉണ്ട്, എല്ലാം ഫുൾ മൂണാണ്, നല്ല പക്ക ക്വാളിറ്റിയ സാധനം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ 200 രൂപയെ വരുന്നുള്ളൂ. ഓക്കെ, ഒന്നിന് പെർ പീസ് 200. നല്ല പക്ക ക്വാളിറ്റി ഫുൾ മൂണാണ്, എല്ലാം റോയൽ ബ്ലൂ, ഫുൾ റെഡ് OSM പറ്റി അങ്ങനെ എല്ലാം ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് ബെറ്റാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാർപ്പ് പറഞ്ഞു, പിന്നെ ഒറാണ്ട ഗോൾഡ്, ബ്ലാക്ക് മോറ്, സാധാ ഗോൾഡിൻ്റെ ചെറുത്, പിന്നെ ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, ഒരു ഐറ്റംസ്. പിന്നെ അതേപോലെ തന്നെ നിയോൺ ടെട്ര ഉണ്ട്. നിയോൺ ടെട്ര അടുത്തതെന്ന് പറയുക കാർപ്പ് തന്നെ. പിന്നെ ഗപ്പീസിൻ്റെ, മിക്സഡ് ഗപ്പീസിൻ്റെ പല സൈസുള്ളതുണ്ട്. 2 രൂപ, 5 രൂപ, 10 രൂപ, അങ്ങനെ പല സൈസുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ നട്ടറുണ്ട്. നട്ടർ അത്യാവശ്യം ഒരു മുള്ളനേക്കാളും അത്യാവശ്യം ഈ സൈസ് ആയ സാധനം. ഇത് ജോഡി 200 വരും. ഓക്കെ, പിന്നെ ബ്ലാക്ക് മോറുണ്ട്, ബ്ലാക്ക് മോറിൻ്റെ ചെറുത്. ഓക്കെ, അതുണ്ട്. റോസി ബാർബ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് മോളി, പിന്നെ ഏഞ്ചൽ ഉണ്ട്. അല്ല, അടിപൊളി ഏഞ്ചൽ ഐറ്റംസ് ഉണ്ട്. നന്നായിട്ട് ഇണങ്ങിയതാണ് ഇവർ നമ്മളോട്, നന്നായിട്ട് അത്യാവശ്യം ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈ ഇടുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്നതാണ്. ഓക്കെ, ഏഞ്ചൽ. പിന്നെ ഉള്ളത് പറയുകയാണെങ്കിൽ ചമ്പലി അല്ല, ഫിലോപ്പി. ഓക്കെ, ഫിലോപ്പി 2 പീസും കൂടെ ബാക്കി ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതൊക്കെ ഏകദേശം തീർന്നു. അപ്പോൾ ആകെ 2 ജോഡി ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ 2 ജോഡിയല്ല, 2 പീസ് ബാക്കിയുണ്ട്. പിന്നെ ചെമ്പല്ലിയും ഏകദേശം തീർന്നു. ചെമ്പല്ലി ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, ചെമ്പല്ലി തീർന്നു. പിന്നെ ഇനി സംഭവം എല്ലാം ഇറക്കുന്നതായിരിക്കും. ഇവിടെ പക്ക ക്വാളിറ്റി ഫുൾ മൂണ്, ഫുൾ റെഡ് എല്ലാം ആവശ്യം പറ്റുക എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷ് കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സക്ക് ചെയ്ത് കളയുന്ന സക്കിങ് പൈപ്പ്. പിന്നെ നമ്മൾ എയറേഷൻ എല്ലാത്തിലെയും കൊടുത്തിരിക്കുന്ന, എല്ലാത്തിലും നമ്മുടെ സ്പോഞ്ച് ഫിൽറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. സ്പോഞ്ച് ഫിൽറ്ററിൻ്റെ ആവശ്യം എന്താണെന്നും അത് നിർബന്ധമാണ് എന്നുള്ളത്, നിർബന്ധമാണോ സ്പോഞ്ച് ഫിൽറ്റർ നിർബന്ധമാണ്. പിന്നെ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പോഞ്ച് ഫിൽറ്ററുകളുണ്ട്. അതെല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഞാൻ മുമ്പത്തെ വീഡിയോസിലെല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യണം, എൻ്റെ ചാനലിൽ കയറി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി പല ഐറ്റംസ് ആയിട്ടുള്ള പല കാര്യങ്ങളുള്ള വീഡിയോസ് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. അതായത്
സ്പോഞ്ച് ഫിൽറ്ററിൻ്റെ കാര്യങ്ങൾ, അതേപോലെ ബെറ്റാസിൻ്റെ ബ്രീഡിങ്, ഫൈറ്ററിൻ്റെ ബ്രീഡിങ്, അതേപോലെ തന്നെ ഗോൾഡ് ഫിഷ് ബ്രീഡിങ് സക്സസ് ആയിട്ടുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ റേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കളർ കയറി വരുന്നുണ്ട്. അതിൻ്റെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറ്റുവാണെങ്കിൽ അതും കൂടെ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ടൈം കിട്ടുവാണെങ്കിൽ ഈ വീഡിയോയിൽ ലോങ് ആയി പോവാതെ ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവം. പിന്നെ നമ്മുടെ മോട്ടർ, ഹീലിയൻ്റെ മോട്ടറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഔട്ട് വരുന്നതുണ്ടോ, ഇതിലെ കൂടെയൊക്കെ നമ്മൾ ചുമ്മാ ഇട്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ അതിൽ കൂടെ ചുമ്മാ ഔട്ട് വെറുതെ കളഞ്ഞിരിക്കുകയാണ്, ഓവർ ഔട്ട് വരുന്നത്. ഇത് ഏകദേശം ഒരു 70-80 ടാങ്കുകളിലേക്ക് പോകുന്നൊരു മോട്ടറാണ് ഇത് വന്നിരിക്കുന്നത്. സാധാരണ 40 ടാങ്കിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഇനി ഭാവിയിൽ നമ്മുടെ അക്വേറിയങ്ങളുടെ എണ്ണം എന്തായാലും കൂടും. ഇവിടെയൊക്കെ അക്വേറിയം വരുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് അക്വേറിയങ്ങൾ വരും. പിന്നെ പറ്റുമെങ്കിൽ മുകളിലും കൂടെ അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്യും. അപ്പം ഭാവിയിലേക്കും കൂടെ നമ്മൾ മുമ്പിൽ കണ്ട് തന്നെ നമ്മൾ ഇതേപോലെ കുറച്ചുകൂടെ പവറുള്ളത്, അതായത് 70-80 ടാങ്കുകളിൽ പോകുന്ന മോട്ടറാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 1.25 ഇഞ്ചിൻ്റെ പൈപ്പിലൂടെ നമ്മൾ റൗണ്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്, അതായത് നമ്മൾ എത്തേണ്ട വഴി വരെ. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് നേരെ താഴോട്ടേക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് നേരെ താഴോട്ടേക്ക് ഇട്ടു. പിന്നെ ആ 3/4 ഇഞ്ചിൻ്റെ പൈപ്പിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് പൈപ്പിലേക്ക് അതൊന്നുകൂടെ റെഡ്യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ നേരെ നമ്മുടെ അക്വേറിയങ്ങളുടെ മുമ്പിലൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിനകത്തു നിന്നാണ് ഓൾസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത്, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ സാധനം ലവ് ബേർഡ്സിനൊക്കെ കൊണ്ടുപോകാനായിരുന്നു, അതൊക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇത് നമ്മുടെ 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ ചെറിയൊരു ഹോൾസ് ഇട്ട് നമ്മുടെ MC വെച്ചിട്ട് നമ്മൾ ആ പൈപ്പ് കയറ്റി നമ്മുടെ ഐ കണക്ടർ വെച്ച് MC വെച്ച് നല്ല അടിപൊളിയായിട്ട് അത് ഒട്ടിച്ചിട്ട് അതിനുശേഷം നമ്മുടെ സാധാ ട്യൂബ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെല്ലാത്തിനും ചെയ്തിരിക്കുന്നത്. ഓവർ ഔട്ട് വരുന്നതാണ്, മോട്ടറിന് കംപ്ലയിൻറ്റ് വരാതിരിക്കാനായിട്ട് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് നല്ല എയർ, നല്ല കാറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂണിൻ്റെ മുതലാളി വന്നിട്ടുണ്ട്, കൂൺ മുതലാളി. അപ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, എത്ര കൂൺ വേണമെങ്കിലും നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും അല്ലേ? പറ. പിന്നെ അതല്ലേ. ഓക്കെ, എൻ്റെ അളിയൻ്റെ ചേട്ടനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെട്ടു. ഇനി ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് നമ്മുടെ ബേസിക് ടോപ്പിക്കൽ ഫിഷ് പല്ലറ്റ്സ്, ഈ പല്ലറ്റ് ഫുഡുണ്ട്. പിന്നെ അതേപോലെ തന്നെ തായി ഒസാക്കി, അതൊക്കെ കാര്യം പറഞ്ഞാൽ ലോക്കലാണ്, എന്നാലും കുഴപ്പമില്ല. അതായത് ഫാം സെറ്റപ്പിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഒന്നല്ലേ ലൂസ് ഫുഡ് നമ്മൾ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്, ലൂസ് ഫുഡ്. അല്ലെങ്കിൽ ചെമ്മീൻ പൊടി, ഇത് ഇലാർവലിൻ്റെ കമ്പനി സാധനമാണ്. ഓക്കെ, പിന്നെ നെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ മൊയ്നാസ് വേണ്ടവർക്ക് മൊയ്നാസ് ഉണ്ട്. അത്യാവശ്യം നമ്മൾ മൊയ്ന കിട്ടുന്നുമുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈസ്റ്റ് വെച്ചിട്ടാണ് ഇവിടുന്ന് ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം മൊയ്ന വേണ്ടവർക്കൊക്കെ മൊയ്നയുണ്ട്, ഏഞ്ചൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഷോപ്പിലെ ഇത്രയും വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇതിനകത്ത് കാണുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രീഡ് ചെയ്ത നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, ഇതിനകത്തുള്ളവർ കളർ വെച്ച് വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം സൈസായി. ഞാൻ ഷോപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ജോഡി 30 പറഞ്ഞ ആ ഗോൾഡ് ഫിഷിൻ്റെ ഏകദേശം ആ സൈസ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ടാങ്കിൽ കിടക്കുന്നവർക്ക് കളർ വെച്ച് തുടങ്ങിയിട്ടില്ല. കളർ വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഫുള്ളായിട്ട് ആ റെഡ് വന്നിട്ടില്ല. പിന്നെ ഞാൻ റെഡ് വന്നത് വേറെ ഉണ്ട്, അതിന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സൈസ് ഇത്ര സൈസ് ആയിട്ടുണ്ട്. പോയി. ഓക്കെ, സൈസ് ഈ സൈസ് ആയിട്ടുണ്ട് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുടെ. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രീഡ് ചെയ്തതും ബാക്കി കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ബ്രീഡിങ് എങ്ങനെയാണെന്നെല്ലാം അറിയണമെന്നുള്ളവർ നേരെ പോവുക, നമ്മുടെ ചാനൽ നോക്കുക. ഇതിനകത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ചെണ്ണത്തിന് മാത്രമാണ് ഇതിനകത്തേക്ക് മാറ്റിയത്. സംഭവം വലിയ ടാങ്ക് ആയതുകൊണ്ടും അധികം എണ്ണ ഇല്ലാത്തത് കൊണ്ടും പെട്ടെന്ന് വലുപ്പം വച്ചിട്ടുണ്ട്. പക്ഷേ കളറ് ചെറുതായിട്ട് കയറി വരുന്നതേ ഉള്ളൂ. അതായത് നമ്മുടെ കൈൻ്റെ ഒക്കെ ഏകദേശം കളർ അതേപോലെ ആയതേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ കളർ വെച്ചത് വേറെ ഉണ്ട്, അതിനെ കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്തുള്ളവർ നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടറിയാം, അത്യാവശ്യം നന്നായിട്ട് തന്നെ കളർ വെച്ച് കയറിയിട്ടുണ്ട്. ഏകദേശം എല്ലാ എണ്ണത്തിനും തന്നെ. ഇനി കുറച്ചെണ്ണത്തിന് മാത്രമാണ് കളറ് അതേപോലെ വരാനുള്ളൂ. നമ്മൾ ഈ ടാങ്ക് ഏതാന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ മണ്ണൊക്കെ ഇട്ട് ഒരു ആമ്പലിൻ്റെ തൈയെല്ലാം വെച്ച് നട്ട് കൊടുത്ത ആ ഒരു ടാങ്കാണ്. ഇതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യമെല്ലാം നമ്മൾ മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ ടാങ്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ. ഇതിനകത്ത് നോക്കുക, അത്യാവശ്യം കളറായതിനെല്ലാം ഉണ്ട്. അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട്, കാരണം വലിയ ടാങ്കുമാണ്. അതേപോലെ തന്നെ അധികം എണ്ണമില്ല. ഞാൻ കാണിച്ചു തരാം. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കളറ് കയറിയിട്ടുണ്ട് ഇതിന്, നന്നായിട്ട് തന്നെ. ഇതിൻ്റെ എത്ര മാസമായെന്ന് ചോദിച്ചാൽ ഞാനിതിപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇത് കാണിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതുണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതുണ്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളറ് കയറിയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്, ഈ ടാങ്കിനകത്തുള്ളത്. ഈ ടാങ്കിൻ്റെ വെള്ളം ഞാൻ ചേഞ്ച് ചെയ്യാത്തൊരു വെള്ളമാണ്. അങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്യാറില്ല. ഞാൻ ചേഞ്ച് ചെയ്തിട്ടേ ഇല്ല ഇതുവരെയായിട്ടും. പിന്നെ പ്ലാന്റൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതേപോലെ തന്നെ ആമ്പൽ, അസോള എല്ലാം ഉണ്ട്. ഫുള്ള് ചെളിവെള്ളം പോലൊരു വെള്ളമാണ്. നമ്മൾ താഴെ നമ്മുടെ വാഴയിലെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്തുള്ളതുണ്ടോ, ചെറുതിന് വരെ, ഈ പൊടി ചെറുതിന് വരെ കളറ് കയറിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഓക്കെ, അപ്പം എനിക്ക് ഇതിൽ നിന്നൊരു ഞാൻ മനസ്സിലാക്കിയൊരു പാഠം എന്ന് പറഞ്ഞാൽ, നമ്മൾ മീനുകൾക്ക് എപ്പോഴും നാച്ചുറലായിട്ടുള്ളവരുടെ രീതി, അത് നാച്ചുറലായിട്ടുള്ളൊരു പ്രകൃതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതായത് താഴെ മണ്ണൊക്കെയുള്ള മണ്ണ്, അതേപോലെ തന്നെ ഒരു ആമ്പൽ തൈയൊക്കെ ഞാൻ നട്ടു കൊടുത്ത് പ്ലാന്റ്സൊക്കെ ഉണ്ടാവണം, മണ്ണുണ്ടാവണം. ഞാൻ അങ്ങനെ വാട്ടർ ചേഞ്ച് ചെയ്യാറുമില്ല. ഞാൻ ഇതിനകത്ത് തന്നെയാണ് ഞാൻ ബ്രീഡ് ചെയ്തത്. ഓക്കെ, ഇതിനകത്ത് തന്നെയാണ് ഞാൻ ബ്രീഡ് ചെയ്തത്. ആ ബ്രീഡ് ചെയ്ത വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ വെള്ളം മാറ്റിയിട്ടില്ല. അന്ന് മുതലെന്നല്ല, ഞാൻ ഈ ടാങ്ക് ഉണ്ടാക്കിയപ്പോൾ മുതൽ വെള്ളം മാറ്റിയിട്ടില്ല. ഓക്കെ, ഇതിന് മുമ്പ് ഇതിനകത്ത് വേറെ ഫിഷുകളുണ്ടായിരുന്നു, ഗപ്പീസ് ഉണ്ടായിരുന്നു, അതിനെല്ലാം മാറ്റി. പക്ഷേ ഞാൻ വെള്ളം മാറ്റിയിട്ടില്ല, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം കളർ വെച്ച് ഇതുണ്ട്. രാത്രി ആയിട്ട് ഫുള്ളായിട്ട് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെയുള്ള ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്ന നമ്മുടെ കുറച്ച് ടയർ കൊണ്ടുണ്ടാക്കിയ ടാങ്കുകളിൽ നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ കുറച്ച് കിടപ്പുണ്ട്. ഗോൾഡ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കണ്ടപ്പോൾ അത്രയേ ഉള്ളൂ ഗോൾഡ് ഫിഷ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അത്രയല്ല, അത്യാവശ്യം ഇതിനകത്തും ഉണ്ട്. ഇതിൻ്റെ താഴെ കൂടി അത്യാവശ്യം ഗോൾഡ് ഫിഷ് നടപ്പുണ്ട്. ഇതിനകത്ത് പകുതി എന്ന് പറയാൻ പറ്റില്ല, ഒരു 3/4 ഭാഗത്തോളം കളർ വെക്കാത്തതാണ്. ഒരു അതായത് 1, 2, 3 എണ്ണത്തിനറ്റ 3/4 ഭാഗമല്ല, 1, 2, 3 എണ്ണത്തിനറ്റ ഒരു കാലത്ത് കളർ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതിന് ഒരു പ്രത്യേക ഒരു ഷെയ്ഡായിട്ടാണ് ഇതിൻ്റെ കളർ വെച്ച് വന്നിരിക്കുന്നത്. ഇത് ഹാഫ് ബ്ലാക്കും വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ബാക്കി നമ്മുടെ റെഡിഷ് കളറും കയറിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ മണ്ണിട്ടിട്ടുണ്ടോ, താഴെ നിങ്ങൾക്ക് നോക്കി കാണാം, മണ്ണിട്ടിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വെള്ളം കലങ്ങല പ്രശ്നമൊന്നുമില്ല ഇതിനകത്ത്. അതേപോലെ തന്നെ ഇതിനകത്ത് അതിനേക്കാളും കുറച്ച് ചെറിയ കുഞ്ഞുങ്ങളാണ്. അതിനേക്കാളും കുറച്ചുകൂടി ചെറിയത് നിങ്ങൾക്ക് താഴെക്കൂടെ നോക്കി കാണാം. ഇതിനകത്ത് അതിനേക്കാളും ചെറിയ കുഞ്ഞുങ്ങളാണ്. അതിനുകൊണ്ട് അതിന് സൈസ് കളർ വെക്കാനായിട്ടില്ല, കളർ വെച്ച് കയറുന്നേ ഉള്ളൂ. ഞാൻ പല സൈസിനനുസരിച്ച് ഞാൻ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അടുത്തൊരു ചെറുതായിട്ടൊരു കളർ കയറി ഇത് പറഞ്ഞുകൊണ്ട് അങ്ങനെ
ഇതിനകത്ത് അങ്ങനെയാണ് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ഓക്കെ, ഇവ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നവനായിരുന്നു. ഇത് പേർഷ്യൻ ക്യാറ്റിൻ്റെ ഡോൾ ഫേസ്. അവൻ ഒരു 1-2 ആഴ്ചയോളം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ഫുള്ള് കുസൃതിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഓരോന്നിൻ്റെ തലയിട്ട് നമ്മുടെ ബെറ്റാസിനെല്ലാം നമ്മൾ ബോട്ടിൽ ചെയ്തും എല്ലാം തലയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ബാക്കി ഇനിയും പൂച്ചകൾ നമ്മൾ ഇറക്കിയിരിക്കും. ഓക്കെ, പൂച്ചകളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി വൈകാണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ബാക്കി ക്യാറ്റ്സുകൾ നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഇവൻ സെയിലായി പോയതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചെറിയ ഷോപ്പിലെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ വരുന്ന ഐറ്റംസും എല്ലാം വരുന്നതൊക്കെ ഓൺ ദ സ്പോട്ട് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ക്യാറ്റുകളെല്ലാം വരുന്നുണ്ട്, പേർഷ്യൻ ക്യാറ്റ്സ്, അതേപോലെ തന്നെ ലാബ്, എല്ലാ പട്ടികളും എല്ലാം വരുന്നുണ്ട്. വൈകാണ്ടെത്തും നമ്മൾ എടുക്കും. അപ്പോൾ ഫൈറ്ററിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഫീമെയിൽസ് ഇപ്പം നമുക്ക് മെയിൽസ് മാത്രമേ ഉള്ളത് എല്ലാം മെയിൽസാണ്. അപ്പോൾ ഫീമെയിൽസ് ഇന്ന് അല്ലെങ്കിൽ നാളെ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫീമെയിലിനെയും അറേഞ്ച് ചെയ്ത് സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി ആണെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഇത് കൊറിയർ അവൈലബിൾ ആണ്. നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ബ്രീഡിങ്ങിനാണെങ്കിലും അതേപോലെ ഇപ്പോൾ എല്ലാം ഫുൾ മൂണാണ് കേട്ടോ, നല്ല പക്കാ ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ഫീമെയിലും മെയിലും എല്ലാം ബ്രീഡിങ്ങിനാണെങ്കിലും നല്ല ഐറ്റംസ് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ ബ്രീഡിങ് ചെയ്തിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഈ വീഡിയോ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം കളർ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ കളർ കയറാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്നെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിലൂടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.